ഹാർമോണിയത്തിലേക്ക് ഇറങ്ങിയിട്ട് എനിക്ക് കൂടുതൽ റീച്ച് കിട്ടിയ സോങ് അതാണ്. അപ്പം എങ്ങനെ നമുക്കൊന്ന് പിരിപ്പിച്ചാലോ? ആൻഡ് വൈ ഹാർമോണിയം? എന്തുകൊണ്ടാണ് ആഷ്ബിൽ ഹാർമോണിയം ചൂസ് ചെയ്തത്? ട്രെൻഡിനൊപ്പം ചൂസ് ചെയ്തതാണ്. ഒന്നും പ്ലാൻഡ് അല്ല, ജസ്റ്റ് ജാം ചെയ്യാൻ കൂടുമ്പോൾ ജസ്റ്റ് ഫോൺ എടുക്കും, ഇത് കൊള്ളാം എടുക്കാം, ഫോൺ വെക്കുന്നു എടുക്കുന്നു, എല്ലാം റോയാണ്. നമ്മൊന്നും പ്ലാൻഡ് അല്ല. മനസ്സിലുള്ള ഫീൽ നമ്മുടെ ഗ്രാമഫോൺ സിനിമയിൽ എന്ത് ചെയ്യുന്നു വന്നില്ല എന്നുള്ള ആ ഒരു പാട്ടിൻ്റെ ഒരു സീനുണ്ടല്ലോ, അതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഈ പിള്ളേരുടെ കയ്യിൽ നൊസ്റ്റാൾജിയ മുതൽ റോക്ക് വരെ പോകുന്നതാണ്. അപ്പം നമ്മളിത് ഇവരുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. ആഷ്ബിൽ, ഈ ഹാർമോണിയം എന്ന് പറയുന്നത് ഭയങ്കര ഓൾഡ് ഇൻസ്ട്രുമെൻ്റ് ആണെന്നൊക്കെയാണ് പൊതുവേ ഒരു സംസാരം. ആൻഡ് വൈ ഹാർമോണിയം? എന്തുകൊണ്ടാണ് ആഷ്ബിൽ ഹാർമോണിയം ചൂസ് ചെയ്തത്? ട്രെൻഡിനൊപ്പം ചൂസ് ചെയ്തതാണ്. ഓക്കെ. മെയിനായിട്ട് കീബോർഡാണ്, ബട്ട് ഹാർമോണിയത്തിലേക്ക് ഇറങ്ങി ഒരു ചേഞ്ച്. അതെ, ഭയങ്കര സപ്പോർട്ടാ ഹാർമോണിയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ. റീൽസിന് വേണ്ടിയിട്ടാണ് നമ്മൾ റീൽസിൽ ട്രെൻഡ് ആ ഒരു അനുസരിച്ചാണ് ഹാർമോണിയം പഠിച്ച് വായിച്ചു തുടങ്ങിയത്. ആൻഡ് ഞാൻ ആഷ്ബിലിലെ പാട്ടുകളൊക്കെ, ആഷ്ബിലിൽ വായിച്ചുള്ള പാട്ടുകളൊക്കെ നോക്കുമായിരുന്നു. ഓൾമോസ്റ്റ് മിക്കതും ഒരു 90s മോഡിലുള്ള പാട്ടുകളാണ്. വൈ ആ പാട്ടുകൾ? അത് ഓഡിയൻസിന്റെ സജഷൻസ് മൊത്തം 90s 80s സോങ്സ്. അപ്പൊ കൂടുതലും അത് ഇടുമ്പോഴാണ് എനിക്ക് കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇന്ന് പക്ഷേ ഒരു പ്രത്യേകത, ആഷ്ബിൽ മാത്രമല്ല നമ്മുടെ കൂടെ ഉള്ളത്. നമ്മളുടെ കൂടെ ഓസ്റ്റിൻ ബ്രോ ഉണ്ട് ഓൺ ഗിറ്റാർ ആൻഡ് സിദ്ധാർത്ഥ് ഉണ്ട് തബല. അപ്പോൾ ഇവരുടെ വിശേഷങ്ങളും കൂടെ നമുക്ക് കേൾക്കണം. ഓസ്റ്റിൻ, എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ വന്നത്, ബോണ്ട് വന്നത്? ഞങ്ങൾ തമ്മിലൊരു ഓൾമോസ്റ്റ് ഇപ്പോൾ 3 years ആയല്ലേ പരിചയപ്പെട്ടിട്ട്. അങ്ങനെ പരിചയപ്പെടുന്നത് ആൽഫോൺസ് ജോസഫിന്റെ ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. ഐ യൂസ് ടു വർക്ക് ഫോർ ഹിം. ആ സമയത്ത് ആഷ്ബിൽ അവിടെ പഠിക്കണമായിരുന്നു. പിന്നെ വി ഗോട്ട് ലക്കി ഇനഫ് ടു പ്ലേ ഇൻ ബാൻഡ് വിത്ത് ഹിം. ഞങ്ങൾ രണ്ടും ബാൻഡ് മെമ്പേഴ്സ് ആയി. പിന്നെ 3 years ആയിട്ട് എല്ലാ ആഴ്ച എന്തെങ്കിലും പരിപാടിയും ഒരു ബ്രദർഹുഡ് പോലെയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ്. നിങ്ങൾ സീനിയർ ജൂനിയർ അല്ലേ? ഒരു വയസ്സ് വ്യത്യാസമുള്ളൂ. ബാൻഡായിട്ട് നിങ്ങൾ ഫോം ചെയ്തിട്ടുണ്ടോ? ആക്ച്വലി നമുക്കൊരു ബാൻഡ് ഉണ്ട്, ആൽഫോൺസ് ജോസഫിന്റെ ബാൻഡ് ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ പ്രസന്റ്ലി ശ്രേയ ജയദീപിനും വേണ്ടിയും അങ്ങനെ ഇത്തിരി ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി വായിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ എങ്ങനെ നമുക്കൊന്ന് പിരിപ്പിച്ചാലോ? സോ ഏതാണ് ആദ്യത്തെ പാട്ട്? ആദ്യത്തെ പാട്ട് ബ്രോ ഗസ് ചെയ്യണം. ഓസ്റ്റിൻ അത് ഗിറ്റാറിൽ വായിക്കും, ബ്രോ ഒന്ന് ഗസ് ചെയ്തു. ചേക്കിയിലെ കൊച്ചു കുട്ടികൾക്ക് ഒരു തരുന്നത് മനസ്സിലായി കാണും. മിത്തു അല്ലേ? അപ്പം നമുക്കിതെല്ലാം SRK ഫാൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കാം. സത്യം പറഞ്ഞാൽ നമ്മൾ വീഡിയോ കാണുന്ന പോലെ അല്ലോ, ഇവിടെ ഇരുന്ന് നിങ്ങളുടെ അടുത്തിരുന്നത് കേൾക്കുമ്പോഴേക്കും ഭയങ്കര ഡിഫറെൻറ്റ്, ലൈക്ക് പറഞ്ഞ മനസ്സൊക്കെ നിറയുന്ന പോലത്തെ ഒരു ഫീൽ. ഈ ഹാർമോണിയം ഒക്കെ കോളേജിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ക്യാമ്പസിൻ്റെ ഒരു റിയാക്ഷൻ? എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ആരും അങ്ങനെ അധികം പേര് അങ്ങനെ ചെയ്യാറില്ല ഹാർമോണിയം. അപ്പോൾ നമ്മളത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ആൾക്കാർക്ക് അതിനോടുള്ള കൗതുകവും
പിന്നെ അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് എല്ലാവർക്കും കേട്ടിരിക്കാനും കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ അങ്ങനെ ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. ഓ ഡൺ. ആഷ്വിൽ ഇവിടെ ഫാൻസ് കൂടുതലെന്ന് കേട്ടു, ശരിയാണോ? പിന്നെ നീ വീഡിയോസ് ചെയ്യുന്നത് ഭയങ്കര രസമാണ്, ഒരു സംഭവം പറഞ്ഞു പോയിട്ടൊക്കെ അതൊന്ന് അല്ലെങ്കിൽ ആ ഒരു അറേഞ്ച്മെന്റ് അല്ലെ ആ ഒരു പ്ലാനിങ് ഒക്കെ എങ്ങനെയാ? ഒന്നുമില്ല, അത് എനിക്ക് എൻ്റെ വീഡിയോയിൽ എൻ്റെതായ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ കാണുമ്പോൾ തന്നെ ഓക്കെ ഇത് അന്ന് വായിച്ച പയ്യന, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ച് അങ്ങനെ ആദ്യം എന്താണ് ആ വീഡിയോ കാണിക്കുന്നു, പിന്നെ ഹാർമോണിയം കാണിക്കുന്നു, എൻ്റെ കയ്യിൽ ഇവിടെ ടാറ്റു ഉണ്ട്, ടാറ്റു കാണിക്കുന്നു. എന്നിട്ട് നേരെ തിരിച്ചുകൊണ്ടായിട്ട് എന്തെങ്കിലും ഇപ്പൊ ഡയലോഗ് പറയാറുണ്ട്. ഇപ്പൊ ആ പാട്ടിനോട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കരളെന്ന് പറഞ്ഞ പാട്ട്, അപ്പൊ ഇത് നിങ്ങളുടെ കരളിന്റെ കരളായിട്ടുള്ളവർക്ക് അയച്ചെടുക്കും, അങ്ങനെ ഇട്ടിട്ട് അപ്പൊ അത് അവര് അങ്ങനെ അത് റിലേറ്റ് ആയിട്ടുള്ളവർക്ക് അത് ഷെയർ ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു റീച്ച് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളൊരു ബാൻഡിന്റെ ഒരു വീഡിയോസ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതൊക്കെ? ഒന്നും പ്ലാൻഡ് അല്ല, ജസ്റ്റ് ജാം ചെയ്യാൻ കൂടുമ്പോ ജസ്റ്റ് ഫോൺ എടുക്കും, ഇത് കൊള്ളാം എടുക്കാം, ഫോൺ വെക്കുന്നു എടുക്കുന്നു, എല്ലാം റോയാണ്. നമ്മൊന്നും പ്ലാൻഡ് അല്ല. ഇതേപോലെ നമ്മളിങ്ങനെ വെറുതെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ എന്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ചേച്ചി ഇങ്ങനെ കയറി വന്നോണ്ടിരിക്കുമ്പോ ഹാപ്പി ബർത്ത്ഡേ റാൻഡംലി നമ്മൾ വായിച്ചിട്ടു. അതിപ്പോ എന്താ 8 മില്യൺ അല്ലേ, 7 മില്യണിൽ പ്ലസ് വ്യൂസും കിട്ടി, 800K പ്ലസ് ലൈക്ക്. അതാണ് റോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. പെട്ടെന്ന് പ്ലാൻ ഉണ്ടായിരുന്നില്ല, നമ്മൾ പെട്ടെന്ന് ഓരോന്ന് വായിച്ചിട്ട് അത് ഭയങ്കര ഫിറ്റായി. നിങ്ങളുടെ വീഡിയോസ് ഒക്കെ റീച്ച് ആയതിനു ശേഷം കുറെ ക്യാമ്പസുകളിലേക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ നിങ്ങൾ ചെന്നിട്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എത്ര ക്യാമ്പസിൽ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്ര സ്ഥലങ്ങളിൽ പുറത്തേക്ക് പരിപാടി ചെയ്തിട്ടുണ്ട്? നമ്മൾ ഓൾമോസ്റ്റ് ഒരു 5 അല്ലേ 10 അടുത്തായിട്ടുണ്ട്. ഈ ക്യാമ്പസുകളിൽ നമ്മൾ ചെല്ലുമ്പോഴും എപ്പോഴും ഉള്ള കാര്യം പിള്ളേർ സെറ്റ് സംതിങ് ന്യൂ എക്സ്പെക്ട് ചെയ്യും അല്ലേ, എന്തെങ്കിലും ഡിഫറൻസ് വേണം, നോർമലി ഉള്ള പാറ്റേൺ അല്ലാതെ വെറൈറ്റി എന്തെങ്കിലും വേണം. ഈ വെറൈറ്റി നിങ്ങൾ എങ്ങനെയാണ് ഒപ്പിക്കുന്നത്? പറഞ്ഞ പോലെ തന്നെ പ്ലാൻഡ് ആയിരിക്കില്ല, അവിടെ ചെന്നിട്ട് പിള്ളേരുടെ വൈബൊക്കെ എങ്ങനെയാണ് നോക്കും. ഓക്കെ, ഇപ്പം നമ്മൾ വെറുതെ പാട്ട് വായിച്ച് പോരല്ല, നമ്മൾ അവർക്കും കൂടി നമ്മളുടെ ഭാഗമാവാം. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ കൊണ്ട് കൈയടിപ്പിക്കും എന്ന് വെച്ചാൽ വെറുതെ കൈയടിപ്പിക്കില്ല, താളത്തിൽ കൈയടിപ്പിക്കും, ഗസ് ചെയ്യിപ്പിക്കും. ഓരോ സോങ്ങിന്റെ പകുതിന്ന് വായിച്ചിട്ട് ഗസ് ചെയ്യിപ്പിക്കും. പിന്നെ ഓരോ സോങ്ങിന്റെ ഇൻട്രോ ഗിറ്റാറിൽ വായിക്കും, എന്നിട്ട് അത് ഏത് സോങ് ആണെന്ന് വായിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരെയും കൂടി നമ്മളുടെ ഭാഗമാക്കി മാറ്റാൻ പറ്റും. ഈ പറഞ്ഞ പോലെ സ്പോണ്ടേനിയസ് ആയിട്ട് ഓൺ ദ സ്പോട്ട് ഒരു പാട്ടൊക്കെ പറയുമ്പോഴേക്കും ലൈക്ക് ഓക്കെ ആണോ നമുക്ക് ചെയ്യാനായിട്ട്? സെറ്റാണ്. സിദ്ധാർത്ഥ ആ കാര്യത്തിൽ പുലിയ, ഈ പൂച്ച 4 കാലിൽ വീഴുന്ന പറയില്ലേ, അതേപോലെ തന്നെ അവനും ഇപ്പൊ എന്ത് വായിച്ചാലും അവൻ അതിലേക്ക് താളം കൊണ്ടുവരും. പിന്നെ ഇടക്ക് നമ്മളെ ഇട്ട് കുഴപ്പിക്കും അവന്റേതായ രീതിയിൽ കുറെ സ്കിൽസ് ഒക്കെ കാണിച്ചു. പക്ഷെ അത് അടിപൊളിയാ, ഭയങ്കര ടാലന്റഡ്. ടീനേജറാണ്. ഓക്കെ, നിങ്ങൾ വായിച്ച കൂട്ടത്തിൽ ഇത്ര നാൾ കുറേ ഇവൻറ്റ്സ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വായിച്ച കൂട്ടത്തിൽ ഏറ്റവും ടഫായിട്ട് തോന്നിയൊരു സംഭവം എന്തായിരുന്നു? പാട്ട് ചലഞ്ചിങ് ആയിട്ട് അങ്ങനെ ഒന്നും ഇല്ല, നമുക്ക് അങ്ങനെ ചലഞ്ചസ് ഒന്നുമില്ല സാർ. ഓക്കെ, നമ്മൾ വായിച്ചതെല്ലാം കുഴപ്പമില്ലാതെ പോയി. അത്യാവശ്യം നമ്മൾ ഒരുപാട് അലമ്പാക്കാൻ നോക്കൂല, മാക്സിമം സെറ്റായിട്ട് നമുക്ക് നല്ല ഡീസൻ്റ് ആയിട്ട് ഡെലിവറി ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസ് റിയാക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു പാട്ടിലേക്ക് നമുക്ക് പോയാലോ? ഹാർമോണിയത്തിലേക്ക് ഇറങ്ങിയിട്ട് എനിക്ക് കൂടുതൽ റീച്ച് കിട്ടിയ സോങ് അതാണ്. മീൻസ് ആ സോങ് റീച്ച് ആയപ്പോഴാണ് പിന്നെ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കൂടുതൽ വീഡിയോസ് ഇടുന്നത് അതൊക്കെ റീച്ച് ആവണം, അത് വായിക്കാം. ഓക്കെ, ഡൺ, സെറ്റ്.
ഇപ്പോൾ വായിച്ചു കേട്ട പാട്ടാണ് നോർത്തിൻ്റെ മൊത്തം ഇളക്കി പറിച്ച പാട്ട്. അതില് ഫുള്ള് നോർത്ത് ഇന്ത്യൻ കമൻസ് ആണ്. അതിനകത്ത് കുറച്ച് കമൻസ് ഞാൻ കേട്ടു, ലവ് ഫ്രം വെസ്റ്റ് ബംഗാൾ ബായിയൊക്കെ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഫുള്ള് കുറെ കമന്റ്സ് ഒക്കെ ഭയങ്കര ഫണ്ണിയാണ്, നമ്മൾ കേട്ട് ഞാൻ തന്നെ ബ്ലഷ് ചെയ്യും. അങ്ങനെ ബ്ലഷ് ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു നല്ല കമന്റ് എന്താ? ഓക്കെ, ഇപ്പൊ ഞാൻ വായിക്കണേലും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കണം ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളാണ്. മീൻസ് ഞാനിത് വായിച്ചോണ്ടിരിക്കുമ്പോ ബ്രോ താങ്ക് യു ഫോർ ഇൻക്രീസിംഗ് ദ ഫാൻ സ്പീഡ്, ദ ഫാൻ ഈസ് യുവർ ഫാൻ, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. പിന്നെന്താ അവിടെ സൈഡിൽ JBL സ്പീക്കറിലാണല്ലോ ട്രാക്ക് വെച്ചേക്കുന്നത്, അപ്പൊ അതിന്റെ ലൈറ്റ് ഉണ്ടല്ലോ, അപ്പൊ എന്താ ലൈറ്റ് നിങ്ങളുടെ ഒപ്പം ഡാൻസ് കളിക്കുന്നു, അങ്ങനെയൊക്കെ ഭയങ്കര. ഇത്ര നാൾ ഞങ്ങൾ പെർഫോം ചെയ്തതിൽ കോളേജിൽ ഞങ്ങൾക്ക് ആക്ച്വലി ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ CET ട്രിവാൻഡ്രത്താണ്. സോ അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ആഷ്വലിലെ ഫാനാണ്. ഞങ്ങൾ 3 പ്രാവശ്യം അവരോട് പറഞ്ഞു വരാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്, പക്ഷേ എങ്ങനെയെങ്കിലും വിളിച്ചേ പറ്റുള്ളൂ, നെക്സ്റ്റ് ഇയർ ഇവൻ്റെ പേയ്മെന്റ് ഒക്കെ ഡബിൾ ആവും, ഇത്രയും കയറ്റാൻ പറ്റുള്ളൂ എന്ന് ഞങ്ങൾ വിളിച്ച് ഞങ്ങൾ ചെന്നപ്പോൾ മഴ പെയ്തു. സൗണ്ട് ചെക്ക് ഒക്കെ കഴിഞ്ഞപ്പോൾ ഉഗ്രം മഴ. ഞങ്ങളുടെ ഓപ്പൺ ഇവന്റ് ആണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് പരിപാടി ക്യാൻസലായി, ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവർ ഞങ്ങൾക്ക് ഷീറ്റൊക്കെ വിരിച്ചു തന്ന് ഞങ്ങൾ ആക്ച്വലി കയറി തുടങ്ങി. അപ്പൊ പിന്നെ മഴ കൂടി. ഈ മഴയത്ത് പെർഫോം ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ക്രൗഡ് അവിടെ ഫുള്ള് നിറഞ്ഞിരിക്കാൻ. ഇവർ പോണില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു 2-3 പാട്ട് പാടി ക്രൗഡ് പോകുമ്പോൾ നിർത്താണ്. പക്ഷെ ക്രൗഡ് ഞങ്ങളെക്കാളും വൈബിൽ പാടി ഹോസ്റ്റലിൽ നിന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കണേ പിള്ളേര്, കുറഞ്ഞില്ല, കൂടിക്കൊണ്ടിരിക്കണേ. ക്രൗഡ് ആണെങ്കിൽ ഞങ്ങളുടെ ഒപ്പം കരഞ്ഞ് പാടണം, ഓരോരുത്തർക്ക് അവർ കരഞ്ഞ് ചെല്ലാൻ വരെ. അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ സോങ് സെറ്റ് ലിസ്റ്റ് ആയിട്ടും മാച്ച് ആയി പോണായിരുന്നു. ഞങ്ങൾ ഭയങ്കര ഒരു കോർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 2 hour അടുത്ത് അവർ മഴയത്ത് നടന്ന് പെർഫോം ചെയ്തു ഞങ്ങളുടെ ഒപ്പം. ഇതിന്റെ ഒക്കെ കൂടെ ആഷ്ബിൽ നല്ലൊരു പാട്ടുകാരൻ കൂടെയാണ്, അതിൻ്റെ ഒരു ഓൺ പ്രൊഡക്ഷൻ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ഞാൻ അൽഫോൺസ് സാറിൻ്റെ അടുത്ത് പ്രൊഡക്ഷൻ ആണല്ലോ പഠിച്ചേക്കണം, മ്യൂസിക് പ്രൊഡക്ഷൻ, ഗ്ലോബൽ മ്യൂസിക് പ്രൊഡക്ഷൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫൈനൽ പ്രൊജക്റ്റായിട്ട് ഞാൻ എൻ്റെ ഒരു ഓൺ കമ്പോസിഷൻ ഒരു സോങ് ഇറക്കി. അത് ദീപക് ദേവ് സാർ വന്ന് ജഡ്ജ് ചെയ്തു, എനിക്ക് നല്ല അപ്രീഷിയേഷൻ കിട്ടി. അത് അതിന്റെ പ്രത്യേകത വെച്ചാൽ എൻ്റെ അമ്മയാണ് ലിറിക്സ് എഴുതിയേക്കണം. അമ്മ മലയാളം ടീച്ചറാണ്, കൊണ്ട് ലിറിക്സ് എഴുതിച്ചിട്ട് ഞാൻ ചെയ്തു. അത് ലയമായി എന്ന് പറഞ്ഞ സോങ്, അത് ചെയ്തു. പിന്നെ വേറെ ഒരു 2 പാട്ടാണ് ഇപ്പൊ ഇറങ്ങിയേക്കണം. അത് പറഞ്ഞാൽ ലയമായി, പിന്നെ പറഞ്ഞാൽ തേനായിനി ഞാൻ തന്നെ ഫുള്ള് കമ്പോസ് ചെയ്ത് പാട്ട് പാടി ലിറിക്സ് ഞാൻ എല്ലാം ഞാൻ തന്നെ.